നിങ്ങൾക്ക് സെക്സ്വൽ റീപ്രൊഡക്ഷൻ ആൽഗെ തുടങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോഴത്തേക്കാണ് നിങ്ങൾ ബീ കീപ്പിങ്ങിന് പോയത്. നമുക്ക് സെക്സ്വൽ റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളും നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ആണ് നിങ്ങളുടെ സിലബസിലുള്ള ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ. നിങ്ങളുടെ സിലബസിൽ 2 ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ലീഡ്, ഏറ്റവും 2009 ഏറ്റവും ലേറ്റസ്റ്റ് ആയ ലീ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ, ഇതൊരു കോമൺ ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇത് എസ് എ ആയിട്ട് ചോദിക്കാം. ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ എസ് എ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അതിനു മുമ്പ് ഒരു ഇൻട്രോഡക്ഷൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഡിവിഷൻ. ഇപ്പൊ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ സഫിക്സിൽ ഫൈറ്റ എന്ന് യൂസ് ചെയ്യും. അവസാനം ക്ലോറോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ എന്നൊക്കെ പറയില്ലേ ഡിവിഷൻ. ക്ലാസ് ആണെങ്കിൽ 5CA എന്ന് പറയും. ക്ലാസ് ആണെങ്കിൽ 5CA എന്ന് പറയും. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ. സബ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ സഫിക്സിൽ അവസാനം യൂസ് ചെയ്യുന്നതാണ് 5CDA. നമ്മൾ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർഡർ ആണെങ്കിൽ എയിൽസ്, ക്ലോറോകോക്കെയിൽസ്, നോസ്റ്റോക്കെയിൽസ്, വോൾവോക്കെയിൽസ്. ഓർഡർ ഒക്കെ എയിൽസ് അവസാനിക്കും. സബ് ഓർഡർ ആണെങ്കിൽ ഇനെയിൽസ് എന്ന് പറയും. ഓക്കെ, ഫാമിലി ആണെങ്കിൽ AC എന്ന് പറയും. 5Cയും ACയും വ്യത്യാസമുണ്ട്. ഓക്കെ, സബ് ഫാമിലി ആണെങ്കിൽ OED എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ? നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലൈക്ക് ഏതൊരു ക്ലാസിഫിക്കേഷനും കുറച്ച് ക്രൈറ്റീരിയസ്, കുറച്ച് മാനദണ്ഡങ്ങൾ വേണം എന്തും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഒരു ആൽഗൽ ക്ലാസിഫിക്കേഷന് പല പല ആൽഗയുടെ ഫീച്ചേഴ്സുകളുണ്ട്. അതായത് അതിൻ്റെ ഫോം, ഓക്കെ, ഷേപ്പ്, പിഗ്മെന്റേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്, പിഗ്മെന്റേഷൻ. നമ്മൾ പറഞ്ഞു ഗ്രീൻ ആൽഗ ആണെങ്കിൽ ക്ലോറോഫൈസിയെ, പിഗ്മെന്റേഷൻ അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫ്ലജല്ല, സെൽ വോൾ, കെമിക്കൽ നേച്ചർ ഓഫ് സ്റ്റോർ ഫുഡ് മെറ്റീരിയൽസ്. ഇപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു റോഡോഫൈസിലാണെങ്കിൽ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ്. ചിലതിലൊക്കെ ഗ്ലൈക്കോജൻ, അങ്ങനെ ഓരോന്നിനും ഫുഡ് റിസർവ് മെറ്റീരിയൽസ് വ്യത്യാസമുണ്ട്. അതിൻ്റെ റീപ്രൊഡക്ഷൻ, ലൈഫ് സൈക്കിൾ, ഒരുപാട് ഇക്കോളജിക്കൽ ആസ്പെക്ട്സ് എല്ലാം ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആൽഗൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഗൽ ക്ലാസിഫിക്കേഷനിൽ മെയിനായിട്ടും 2 സ്കൂൾ ഓഫ് തോട്ട്സുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്മിത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ആക്ച്വലി ഇതെന്താന്ന് വെച്ചാൽ ഈ ആൽഗേനെ പല പല ഡിവിഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഡിവിഷനിൽ വരുന്നതാണ് ക്ലോറോഫൈറ്റ, ഫിയോഫൈറ്റ. ഓക്കെ, അങ്ങനെ എന്നിട്ട് അതിന്റെ ക്ലാസ്സസും ഉണ്ട്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, അങ്ങനെ കുറെ ഓർഡേഴ്സും ഒക്കെ വന്നിട്ട് അതൊരു സ്കൂൾ ഓഫ് തോട്ട്. സെക്കൻഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നതാണ് ഫ്രിച്ച്. അതാണ് നമുക്ക് സിലബസിലുള്ളത്. ഫ്രിച്ചും അവരുടെ ഫോളോവേഴ്സും സ്റ്റുഡൻസും കൂടെ കൺസിഡർ ചെയ്തതാണ് ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫ്രിച്ച് ആക്ച്വലി ഈ ആൽഗേൻ ഒരു ഡിവിഷൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തു. മറ്റവരെന്താ ചെയ്തത്? ആൽഗേൻ ഒരു ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പിൽ കുറെ ഡിവിഷൻ വെച്ചു. ഫ്രിച്ച് ആൽഗേൻ ഒരു ഡിവിഷൻ ആയിട്ട് തന്നെ വെച്ചിട്ട് അതിന് കുറെ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഫ്രിച്ചിന്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ഇനി ഫ്രിച്ച് മെയിൻ ആയിട്ടും ക്ലാസിഫൈ ചെയ്തതിന്റെ ക്രൈറ്റീരിയ, ഫ്രിച്ച് ക്ലാസിഫിക്കേഷന്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ അല്ലെ. ക്ലോറോഫൈസി ആണെങ്കിൽ ഗ്രീൻ ആൽഗെ, ഫിയോഫൈസി ആണെങ്കിൽ ബ്രൗൺ ആൽഗെ, അങ്ങനെ. പിന്നെ കെമിക്കൽ നേച്ചർ, അസിമിലേറ്ററി പ്രൊഡക്ട്സ്, ടൈപ്സ് ഓഫ് ഫ്ലജല്ല ഒക്കെയാണ്. അത് മാത്രമല്ലാതെ ചില മൈനർ ഫീച്ചേഴ്സ് ഒക്കെ ഫ്രിച്ച് ക്ലാസിഫൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. 1935 ഈ ക്ലാസിഫിക്കേഷൻ വന്നത്. ഓക്കെ, ഈ ഫ്രിച്ച് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആൽഗേനെ 11 ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ,
ക്ലാസ് 1 ആണ് ക്ലോറോഫൈസിയെ, ഗ്രീൻ ആൽഗി. ഓക്കെ, ക്ലാസ് 2 സാന്തോഫൈസിയെ, യെല്ലോ ഗ്രീൻ ആൽഗി ആണ്. ക്ലാസ് 3 ക്രൈസോഫൈസിയെ, ഗോൾഡൻ ബ്രൗൺ ആൽഗി. ക്ലാസ് 4 ക്രിപ്റ്റോഫൈസിയെ, ക്ലാസ് 4 ബാസിലാരിഫൈസിയെ, ഡൈറ്റംസ് വരുന്നതാണ്. ക്ലാസ് 5 ക്രിപ്റ്റോഫൈസിയെ. ക്ലാസ് 6 ഡൈനോഫൈസിയെ. ക്ലാസ് 7 ക്ലോറോമോണേഡിയെ. ക്ലാസ് 8 യുഗ്ലീനോഫൈസിയെ. ക്ലാസ് 9 ഫെയോഫൈസിയെ. ക്ലാസ് 10 റോഡോഫൈസിയെ. ക്ലാസ് 11 മിക്സോഫൈസി അല്ലെങ്കിൽ സയനോഫൈസി. നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് സയനോഫൈസി എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഡിഫറെന്റ് ക്ലാസ്സസ്? അഞ്ജലി ജോസ്, 11 ക്ലാസ്സസ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. ക്ലോറോഫൈസി, സാന്തോഫൈസി, ക്രയോഫൈസി, ബാസിലാരിയോഫൈസി, ക്രിപ്റ്റോഫൈസി, ഡൈനോഫൈസി, ക്ലോറോമോണിഡിയെ, ഓക്കെ. ഇനി നമുക്ക് ഓരോ ക്ലാസിന്റെയും സാലിൻ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, ഇപ്പൊ ക്ലോറോഫൈസിയിൽ അറൌണ്ട് 425 ജനറേസും 20,000 സ്പീഷീസ് ആണുള്ളത്. ആക്ച്വലി ഇവർ ഫ്രഷ് വാട്ടർ ആവാം, മെറൈൻ ആൽഗെ ആവാം. ഓക്കെ, യൂണിസെല്ലുലർ ആവാം, മൾട്ടി സെല്ലുലർ ബോഡി ആവാം. സെൽസ് യൂക്കാരിയോട്സ് ആണ്. ഓക്കെ, പ്രൊക്കാരിയോട്ടിക് ഇല്ല ക്ലോറോഫൈസിൽ, യൂക്കാരിയോട്സ് ആണ്. ഇവർക്ക് സെൽ വോൾ ഇസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ചീഫ് പിഗ്മെന്റ്സ്, നമ്മൾ കോമൺ പിഗ്മെന്റ്സ് ജനറൽ ക്യാരക്ടേഴ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോറോഫിൽ ആണ്, ക്ലോറോഫിൽ എ ആൻഡ് ബി. ക്ലോറോഫിലിനകത്ത് എയും ബിയും ആണ് ചീഫ് പിഗ്മെന്റ്സുകൾ. പിന്നെ കാരോട്ടീൻസിൽ വരുന്നതാണ് ആൽഫ, ബീറ്റ, ഗാമ കാരോട്ടീൻസ്, ലൈക്കോപിൻ, വയലസാൻഡിൻ, ഹെക്സാൻഡിൻ, ലെൻഡിൻ, അസ്റ്റസാൻഡിൻ. കാരോട്ടീൻസിൽ വരുന്ന ഇത്രയാണ്: ആൽഫ, ബീറ്റ, ഗാമ, കാരോട്ടീൻസ്, ലൈക്കോപീൻസ്. ഓക്കെ, സാന്തോഫിൽസിൽ വരുന്നതാണ് ഹെക്സാസാൻഡിൻ, ലെൻഡിൻ, വയലസാൻഡിൻ, അസ്റ്റസാൻഡിൻസ്. ഇനി ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ആക്ച്വലി സ്റ്റാർച്ച് ആണ്. ഓക്കെ, ഈ സ്റ്റാർച്ച് ആക്ച്വലി പൈറിനോയിഡ്സിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക, പൈറിനോയിഡ്സ്. ഇനി സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യാമസ് ഉണ്ട്, അനൈസോഗ്യാമസ് ഉണ്ട്, ഊഗ്യാമസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ സെക്സ്വൽ റീപ്രൊഡക്ഷൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കത്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് PPT കാണിക്കാം നിങ്ങൾക്ക്. ഈ സെക്സ്വൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐസോഗ്യാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗമിറ്റ്സ് എല്ലാം, ഫ്യൂസിങ് ഗമിറ്റ്സ് എല്ലാം സിമിലർ ആയിരിക്കും, ഒരേപോലെയല്ല ഇരിക്കുന്നത്. മെയിൽ ഗമിറ്റ്സും ഫീമെയിൽ ഗമിറ്റ്സും ഒരുപോലെയാണ്. അനൈസോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസിങ് ഗമിറ്റ്സ് ഡിസിമിലർ ആണ്. ഓക്കെ, ഊഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസിങ് ഗമിറ്റ്സ് ഡിസിമിലർ ആണ്. അതിനകത്ത് ഫീമെയിൽ നോൺ മോട്ടൈലും മെയിൽ മോട്ടൈലുമാണ്. ഓക്കെ, അനൈസോഗമി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഡിസിമിലർ ആണ്, പക്ഷെ ചിലപ്പോൾ രണ്ടും മോട്ടൈലാവാം, മെയിലും ഫീമെയിലും മോട്ടൈലാവാം. ചിലപ്പോൾ എന്താണ്, ഫീമെയിൽ നോൺ മോട്ടൈലും മെയിൽ മോട്ടൈലാവാം, ചിലപ്പോൾ രണ്ടും നോൺ മോട്ടൈലാവാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇവിടെ ഐസോഗ്യാമസും ഉണ്ട്, അനൈസോഗ്യാമസും ഉണ്ട്, ഊഗ്യാമസും ഉണ്ട്. സൂസ്പോർ ഫോർമേഷൻ ഒരു കോമൺ ഫീച്ചറാണ്. സൂസ്പോർ ഏത് സീസൺസിലാണ് ഉണ്ടാവുന്നത്? ഫേവറബിൾ കണ്ടീഷൻസിലാണ് ഉണ്ടാവുന്നത് നമ്മൾ പറഞ്ഞത്. അതൊരു ക്ലോറോഫൈസയിൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ് സൂസ്പോർ ഫോർമേഷൻ. പിന്നെ മെയിൽ ഗമിറ്റ്സ് മോട്ടൈലാണ്, അപ്പോൾ എന്താണ്, ഫ്ലജലേറ്റഡ് ആണ്. ഇനി ഫ്ലജൽ ആക്ച്വലി ഐഡന്റിക്കൽ ആണ്. ഓക്കെ, ലൈഫ് സൈക്കിള് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ ആണ്.
ഹാപ്ലോണിക് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ലൈഫ് സൈക്കിൾ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കുക, ഹാപ്ലോണിക് ലൈഫ് സൈക്കിളാണ് ഇവർക്ക് ഉള്ളത്. ഇപ്പൊ ക്ലോറോഫൈസ് ഗ്രീൻ ആൽഗയാണ്, നമുക്ക് പഠിക്കേണ്ട ആൽഗയാണ്. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട ആൽഗേസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ഒന്ന് ക്ലോറോഫൈസിയെ, ഗ്രീൻ ആൽഗെ നമുക്ക് പഠിക്കാനുണ്ട്. സാന്തോഫൈസിയെ, യെല്ലോ ഗ്രീൻ ആൽഗെ പഠിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ബാസിലാരോഫൈസിയെ, ഡയറ്റംസ് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ഫെയോഫൈസി, ബ്രൗൺ ആൽഗെ, സർഗാസ് ഒക്കെ വരുന്നത് ഫെയോഫൈസിയിലാണ്. പിന്നെ റോഡോഫൈസി, റെഡ് ആൽഗെ, പോളിസൈഫോണി വരുന്ന ആൽഗെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ സയനോഫൈസി, ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, ഇത്ര ആൽഗയാണ് നമുക്ക് ടൈപ്പായിട്ട് ക്ലാസ്സസിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ ഫ്രിറ്റ്സ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ചോദിച്ചതെല്ലാം എഴുതണം. അടുത്ത ക്ലാസ് ആണ് സാന്തോഫൈസി. സാന്തോഫൈസിയിൽ നമ്മൾ ഓർക്കുന്നുണ്ടോ? സാന്തോഫൈസിയിൽ നമുക്ക് പഠിക്കാനുള്ള ആൽഗെ ഏതാണ്? വൗച്ചീരിയ. യെല്ലോ ഗ്രീൻ ആൽഗയാണ് നമുക്ക് ടൈപ്പായിട്ട് പഠിക്കാനുള്ള വൗച്ചീരിയ. ആക്ച്വലി ഇവരെല്ലാം മെയിൻലി ഫ്രഷ് വാട്ടർ ആൽഗയാണ് വിത്ത് യൂണിസെല്ലുലർ ആൻഡ് സൈഫണസ് ബോഡി. ഓക്കെ, യൂണിസെല്ലുലർ, സിംഗിൾ സെൽ. സൈഫണസ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ വൗച്ചീരിയ കണ്ടില്ലേ? കാരണം ന്യൂക്ലിയ എല്ലാം കൂടെ ഇങ്ങനെ എംബഡഡ് ആയിട്ടിരിക്കും, സെപ്റ്റ ഫോർമേഷൻ ഇല്ല. ഓർക്കുന്നുണ്ടോ സൈഫണസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ? ഓർക്കുന്നുണ്ടല്ലോ, എല്ലാം ഓർക്കുന്നുണ്ടോ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഓക്കെ. ആക്ച്വലി ഈ വൗച്ചിരി വളരെ അത്ര കോമൺ അല്ല കേട്ടോ. നമ്മൾ പെർമനന്റ് സ്ലൈഡ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. വളരെ റെയർ ആയിട്ടാണ് ഇതിന് കിട്ടാറുള്ളത്. സാന്തോഫൈസി കിട്ടും. പിന്നെ സെൽസ് യൂക്കാരിയോട്ടിക് സെൽസ് ആണ്, പ്രൊക്കാരിയോട്ടിക് അല്ല. പെക്റ്റിൻ, സിലിക്ക, സെൽവോളാണ്. ക്ലോറോഫൈസിൽ സെല്ലുലോസ് ആയിരുന്നു, ഇവിടെ സിലിക്ക പെക്റ്റിൻ സെൽവോൾ വന്നു. ഇവിടെ ചീഫ് പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ഇ ആണ്. മറ്റിടത്ത് ക്ലോറോഫിൽ എ ബി ആയിരുന്നു, ഇവിടെ എയും ഇയും ആണ്. സാന്തോഫൈസിയിൽ ബീറ്റ കാരോട്ടിൻ ഉണ്ട്, നിയോസാന്തിൻ, വയലസാന്തിൻ കാണാറുണ്ട്. ഫുഡ് റിസർവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ക്രൈസോ ലാമിനാരിൻ ആൻഡ് ഓയിലാണ്. അതുപോലെ തന്നെ ഈ സ്റ്റാർച്ചും പൈറനോട്സും ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ക്ലോറോഫൈസിലെ പോലെ സ്റ്റാർച്ചും പൈറനോട്സും ആബ്സെന്റ് ആണ്. ക്രൈസോ ലാമിനാരിൻ ആൻഡ് ഓയിലാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. സാന്തോഫൈസിയിലെ ഫുഡ് റിസർവ് മെറ്റീരിയൽ ഏതാണ്? ട്രൈസോ ലാമിനാരിൻ ആൻഡ് ഓയിൽ. ഇവിടെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് ഉണ്ട്. കാർത്തിക്, വാട്ട് ഈസ് സൈഫണസ്? എന്താ ഈ സൈഫണസ് ബോഡി എന്ന് വെച്ചാൽ എന്താ? അപ്പൊ ഞാൻ നിങ്ങൾ പഠിച്ചപ്പോ നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സാന്തോഫൈസിൽ ആണോ? ഈ ഞാൻ പറഞ്ഞു സാന്തോഫൈസിൽ യൂണിസെല്ലുലറും സൈഫണസ് എന്നും പറഞ്ഞല്ലോ. സൈഫണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു താലസ് ആണെന്നിരിക്കുക. ഓക്കെ, ഈ താലസിനകത്ത് ന്യൂക്ലിയ എല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ എംബഡഡ് ആയിട്ടിരിക്കും. ഓക്കെ, കുറേ ന്യൂക്ലിയസ് ഇങ്ങനെ എംബഡഡ് ആയിട്ടിരിക്കും. അതാണെങ്കിൽ ഇറ്റ് ഈസ് എ സൈഫണസ് എന്ന് പറയും. അതല്ലാതെ ഇപ്പം നോർമൽ കേസിൽ എങ്ങനെയാ? ഒരു ന്യൂക്ലിയെ ഒരു സെപ്റ്റ വെച്ച് ഡിവൈഡ് ചെയ്യും, ന്യൂക്ലിയെ സെപ്റ്റ വെച്ച് ഡിവൈഡ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് നോർമലി വരിക. ഓക്കെ, ബട്ട് സൈഫണസിന്റെ കേസിൽ നമ്മൾ സാന്തോഫൈസി അല്ലെങ്കിൽ വൗച്ചീനിയുടെ കേസിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ന്യൂക്ലിയ എല്ലാം ഇങ്ങനെ എംബഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ നമ്മൾ സൈഫണസ് താലസ് എന്ന് പറയും. ബട്ട് റീപ്രൊഡക്ഷൻ കേസിൽ ഇവിടെ സെപ്റ്റ ഉണ്ടാവും. സ്ട്രക്ചേഴ്സിൽ ഊഗോണി അല്ലെങ്കിൽ ആന്ത്രീഡി ഒക്കെ മെയിൽ സെക്സ് ഓർഗൻസ് വരുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ സെപ്റ്റ ഫോർമേഷൻ വരിക. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് യൂണിസെല്ലുലർ ആവാം അല്ലെങ്കിൽ സൈഫണസ് ബോഡി ആവാം. പിന്നെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് ഉണ്ട്. പിന്നെ സൂസ്പോർ ഫോർമേഷൻ ഇവിടെയും കോമൺ ആണ്. മെയിൽ ഗാമിറ്റ്സ് ഫ്ലജലേറ്റഡ് ആണ്.
ബട്ട് ഹിയർ ഹെറ്ററോകോണ്ടൻ ഡിസിമിലർ ആണ്. ക്ലോറോഫൈസിൽ അവരെ സിമിലർ ആയിരുന്നു. ഫ്ലജല്ല ഐഡന്റിക്കൽ ആയിരുന്നു. സാൻഡോഫൈസയിൽ ഡിസിമിലർ ആണ്. ഇവിടെയും ഹാപ്ലോണിക് ലൈഫ് സൈക്കിൾ ആണ്. ഹാപ്ലോണിക് ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരു പ്രിമിറ്റീവ് ലൈഫ് സൈക്കിൾ ആണ്, സിമ്പിൾ ലൈഫ് സൈക്കിൾ ആണ് ഹാപ്ലോണിക് ലൈഫ് സൈക്കിൾ. മൂന്നാമത്തെയാണ് ഫെയോഫൈസി. ബ്രൗൺ ആൽഗിയാണ് ഫെയോഫൈസി. ഇപ്പൊ ഫെയോഫൈസിൽ നമുക്ക് പഠിക്കാനുള്ള ആൽഗി ഏതാ? ബ്രൗൺ ആൽഗി, സർഗാസം. ഇതൊരു സീ വീഡാണ് കേട്ടോ. സീ വീഡാണ് സർഗാസം. കടലിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരു ഉള്ളതാണ്. ആക്ച്വലി ഈ സീ വീഡ് ഒരു കെൽപ്പ് ഫോറസ്റ്റ് എന്ന് പറയും നമ്മൾ. ഈ സീ വീഡ്, ഈ സർഗാസത്തിന്റെ ആ ഒരു സീ മൊത്തം നിൽക്കുമ്പോൾ ഒരു കെൽപ്പ് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിനകത്ത് കുറേ അക്വാറ്റിക് ആനിമൽസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നുണ്ട്. സോ ഫെയോഫൈസി മെറൈൻ ആൽഗിയാണ് അല്ലെ, സീല് കാണുന്ന ആൽഗിയാണ്. ഫ്രഷ് വാട്ടർ അല്ല, നേരത്തെ പറഞ്ഞ പോലെ. വിത്ത് യൂണിസെല്ലുലർ ആവാം ഓർ മൾട്ടി സെല്ലുലർ ബോഡീസ്. ഓക്കെ, യൂക്കാരിയോട്ടിക് ആണ്. ചീഫ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ സി ആണ്. കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ക്ലോറോഫിൽ എ ആൻഡ് ഇ ആയിരുന്നു സാൻഡോഫൈസിയിൽ, ക്ലോറോഫൈസിൽ എ ആൻഡ് ബി ആയിരുന്നു. ഓക്കെ, ബീറ്റ കാരോട്ടിൻ ഉണ്ട്, ആൻഡ് ഫ്യൂക്കോസാന്തിൻ ആൻഡ് വയലസാന്തിൻ are present. ലൂട്ടീൻ. ഓക്കെ, പിഗ്മെന്റ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫെയോഫൈസിയിൽ ചീഫ് പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഡയറ്റോസാന്തിൻസ് ആർ ഓൾസോ പ്രസന്റ്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ലാമിനാരിൻ, മാനിറ്റോൾ ആൻഡ് ഓയിൽ. ഓക്കെ, ഫെയോഫൈസിയിൽ. പിന്നെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇവർക്കും ഐസോഗ്യാമസ് ഉള്ള സ്പീഷീസ് ഉണ്ട്, അനൈസോഗ്യാമസ് കാണിക്കുന്ന സ്പീഷീസ് ഉണ്ട്, ഊഗ്യാമസ് കാണിക്കുന്ന സ്പീഷീസ് ഉണ്ട്. ഇവിടെയും സൂസ്പർ ഫോർമേഷൻ ഒരു കോമൺ ആണ്. കാരണം സൂസ്പർ ഫോർമേഷൻ ഒരു ഫേവറബിൾ സീസണിൽ കാണുന്ന ഒരു ഫ്ലജലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പോർട്സ് ആണ്. അപ്പം ഫേവറബിൾ സീസൺ വരുമ്പോഴത്തേക്കും മിക്ക ആൽഗേസും സൂസ്പർ ഫോർമേഷൻ, പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൽഗേസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ മെയിൽ ഗാമിറ്റ്സ് ഫ്ലജലേറ്റ് ആണ്. ഫ്ലജല്ല ഡിസിമിലർ ആണ്, അപ്പൊ ഹെട്രോകോണ്ട് ആണ്. ക്ലോറോഫൈസി പോലെ സിമിലർ അല്ല. ഇവർക്ക് ലൈഫ് സൈക്കിൾ ഹാപ്ലോ ബയോണ്ടിക് ആൻഡ് ഡിപ്ലോ ബയോണ്ടിക് ലൈഫ് സൈക്കിൾ ഇവർ കാണിക്കും. എന്താണ് ഈ ഹാപ്ലോ ബയോണ്ടിക് ആൻഡ് ഡിപ്ലോ ബയോണ്ടിക് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ലൈഫ് സൈക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിലും ഹാപ്ലോണ്ടിക് ആയിരുന്നു. ഇവിടെ ഹാപ്ലോ ബയോണ്ടിക് ആണ്, ഡിപ്ലോ ബയോണ്ടിക് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോ ബയോണ്ടിക് ആണ്. അടുത്ത ക്ലാസ് ആണ് റോഡോഫൈസി. ഇത് നമുക്ക് പഠിക്കാനുള്ള ആൽഗിയാണ്. റെഡ് ആൽഗി എന്ന് പറയും. റെഡ് ആൽഗി, റോഡോ, റെഡ്. സോ ആക്ച്വലി ഫ്രഷ് വാട്ടറിലും മെറൈൻ ആൽഗിയിലൊക്കെ കാണുന്ന ഹാബിറ്റാറ്റിലുള്ളതാണ്. ഇവർ മൾട്ടി സെല്ലുലർ ആണ്. ചിലപ്പോൾ ഫിലമെന്റസ് ടു പാരഗിമാറ്റസ് ബോഡി ആവാം. യൂണിസെല്ലുലർ ഇല്ല. പാരഗിമാറ്റസ് ബോഡി എന്ന് വെച്ചാൽ വെറുതെ പാരഗിമാറ്റസ് സെൽസ് താലസ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഫിലമെന്റസും വരാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള ആൽഗി ഏതാണ്? റോഡോഫൈസിൽ പഠിക്കാനുള്ള ആൽഗി ഏതാണ്? ഓർമ്മയുണ്ടോ? റെഡ് ആൽഗി, പോളിസൈഫോണിയ. ഇതാണ് പോളിസൈഫോണിയ. പോളിസൈഫോണിയാണ് നമുക്ക് പഠിക്കാനുള്ള റെഡ് ആൽഗി റോഡോഫൈസയിൽ. എല്ലാം യൂക്കാരിയോട്സ് ആണ്. ഈ ക്ലോറല്ല പോലെ യൂണിസെല്ലുലർ അങ്ങനെയൊന്നും ഇതിനകത്ത് പ്രൊക്കാരിയോട്ടിക് ഇല്ല, മീസോകാരിയോട്ടിക് ഇല്ല. യൂക്കാരിയോട്സ് ആണ്. കുറച്ചുകൂടെ ഹയർ ആൽഗിയാണ്. ഇവിടെ ചീഫ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആൻഡ് ഡി. ക്ലോറോഫിൽ എ ഇസ് എ യൂണിവേഴ്സൽ പിഗ്മെന്റ്, എല്ലാത്തിലും ഉണ്ട് അല്ലേ? ക്ലോറോഫിൽ എ എല്ലാത്തിലും ഉണ്ട്. ഇവിടെ ഡി, അപ്പൊ റെഡ് ആൽഗി ഡി, റോഡോഫൈസി ഡി. പിന്നെ ഉള്ളത് ബീറ്റ കാരോട്ടിൻ, ലൂട്ടീൻ, ഫ്യൂക്കോസാന്തിൻ, മിക്സോസാന്തിൻ, വയലോസാന്തിൻ ഒക്കെ റോഡോഫൈസിയിൽ കാണാറുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അടുത്തൊരു പോയിന്റ്. റിസർവ് ഫുഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ് ആൻഡ് പോളിമേഴ്സ് ഓഫ് ഗാലക്ടോൺ സൾഫേറ്റ്.
ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് റോഡ് ഓഫ് ഐസിയിൽ ഫുഡ് റിസർവ് മെറ്റീരിയലിന്റെ പേരെന്താണ്. സോ ഇറ്റ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. അവിടെയും ഡി ഉണ്ട്, ഫ്ലോറീഡിയൻ, റോഡോ, റെഡ്. അപ്പം ഇവിടെ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇതൊരു അഡ്വാൻസ്ഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അഡ്വാൻസ് ടൈപ്പ് ഓഫ് ഊഗമിയാണ്, സ്പെഷ്യൽ ആൻഡ് അഡ്വാൻസ് ടൈപ്പ് ഓഫ് ഊഗമിയാണ് കാണിക്കുന്നത്. പ്രിമിറ്റീവ് ആൽഗയിലെ പോലെ ഐസോഗമി, അനൈസോഗമി അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് എ അഡ്വാൻസ് ടൈപ്പ് ഓഫ് ഊഗമിയാണ് സെക്സ്വൽ റീപ്രൊഡക്ഷൻ കാണുന്നത്. സോ ഇറ്റ്സ് അഡ്വാൻസ് ഊഗമി ഉള്ളതുകൊണ്ട് തന്നെ സൂസ്പർ ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. മെയിൽ ഗമിൻസ് നോൺ ഫ്ലജലേറ്റഡ് ആണ്. ആൻഡ് ലൈഫ് സൈക്കിൾ ഹാപ്ലോ ബയോണ്ടിക് ആൻഡ് ഡിപ്ലോ ബയോണ്ടിക് ആണ്. ഹാപ്ലോ ബയോണ്ടിക് എന്താണ്, ഡിപ്ലോ ബയോണ്ടിക് എന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഓക്കെ. ഇപ്പോഴാണ് കുറെ പേരൊക്കെ വന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ആണ്. ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ എസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ക്ലോറോഫൈസിയെ ഫ്രിച്ച് ആക്ച്വലി 11 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ക്രൈസോഫൈസിയെ, ബാസിലാരിയോഫൈസിയെ, ക്രിപ്റ്റോഫൈസിയെ, ഡൈനോഫൈസിയെ, ക്ലോറോമോണിഡെ, ഗ്യൂഗ്ലിനോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ, മിക്സോഫൈസിയെ. അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും മെയിൻ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ക്ലാസ് ആണ് ബാസിലാരിയോഫൈസി. ഡയറ്റംസ് വരുന്നതാണ് ബാസിലാരിയോഫൈസി. അപ്പം നമുക്ക് പഠിക്കാനുള്ള ടൈപ്പ് പിന്നുലേരിയ പഠിക്കാനുണ്ട്. ഇതൊക്കെ ഡയറ്റംസ് ആണ്. ഇത് പിന്നുലേരിയാണ്, ടിപ്പിക്കൽ പിന്നുലേരിയാണ്. ഡൈറ്റമേഷ്യസ് എർത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സുവോളജിയിൽ, അല്ലേ? കേട്ടിട്ടുണ്ട്. ഇതാണ് ബാസിലാരിയോഫൈസിൽ പിന്നുലേരിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ ഇവിടെ ഫ്രഷ് വാട്ടറും വരും, മെറൈൻ ആൽഗിയാണ്. യൂണിസെല്ലുലർ ആണ്, മെജോറിറ്റി യൂണിസെല്ലുലർ ആണ്. ചിലതൊക്കെ മൾട്ടിസെല്ലുലറും കോളനി ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. യൂക്കാരിയോട്ടിക് ആണ്. ഇവിടെ ചീഫ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ഉണ്ട്, ബീറ്റ കരോട്ടിൻ, സാന്തോഫിൽസ്. ഓക്കെ. ഫുഡ് റിസർവ് മെറ്റീരിയൽസ് ഫാറ്റ്സ് ആൻഡ് വൊലൂട്ടീൻസ് ആണ്. ആക്ച്വലി ഇവർക്ക് സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആണ്. ദാറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് ഓക്സോസ്പോസ്. നമ്മൾ അസെക്സൽ സ്പോസിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഓക്സോസ്പോസ്. ഞാൻ അപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞ ഡയറ്റംസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ടൈപ്പ് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. സോ മെയിൽ ഗമീറ്റ്സ് ഫ്ലജലേറ്റഡ് ആണ്. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 ഫ്ലജലെ കാണാം. ലൈഫ് സൈക്കിൾ ഈസ് ഡിപ്ലോണ്ടിക്. ഓക്കെ. ലൈഫ് സൈക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ പിന്നെയും പറയുകയാണ്. ഓക്കെ. അടുത്ത ക്ലാസ് ആണ് മിക്സോഫൈസി. 115 ജനറ ഒക്കെ ഉള്ളൊരു ക്ലാസ് ആണ് മിക്സോഫൈസി. ഇവർ ആക്ച്വലി മെയിൻലി ഫ്രഷ് വാട്ടർ ആൽഗിയാണ്. ഓക്കെ. വളരെ കുറച്ച് മെറൈനേ ഉണ്ടാവുള്ളൂ. യൂണിസെല്ലുലർ ആണ്, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ഫോംസ് ആവാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഫിലമെന്റസ് ബോഡി. പിന്നെ സെൽസ് ആക്ച്വലി പ്രൊക്യാരിയോട്ടിക് ആണ്. ഓക്കെ. പ്രൊക്യാരിയോട്ടിക് ആണ്. ചീഫ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ, ബീറ്റ കരോട്ടിൻ, ലൂട്ടിൻ, മിക്സോസാന്തിൻ, ഓക്സിലസാന്തിൻ, ഫൈക്കോഎറിത്രിൻ, വെരി ഇമ്പോർട്ടൻറ്റ്, ഫൈക്കോഎറിത്രിൻ, ഫൈക്കോസയാനിൻ, അല്ലോഫൈക്കോസയാനിൻ. ഈ മിക്സോഫൈസിയുടെ വേറെ പേരെന്താണ്? അഞ്ജലി ജോസ്, മിക്സോഫൈസിയുടെ വേറെ പേരെന്താ? അതെ, സയനോഫൈസി. സൈനോഫൈസിയാണ് നമ്മൾ പറയുന്നത്. സൈനോഫൈസി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. സൈനോഫൈസിയുടെ പിഗ്മെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? ഫൈക്കോഎറിത്രിൻ, ഫൈക്കോസയാനിൻ,
allophycocyanin. Okay, and chlorophyll A, beta-carotene, lutein, mixoxanthin, oxalotxanthin. ഓക്സിലറ്റോറി ഒക്കെ ഈ സൈനോഫൈസിൽ വരുന്ന നോസ്റ്റോക്ക്, ഓക്സിലറ്റോറിയ. ഇപ്പം നമുക്ക് പഠിക്കാനുള്ള സൈനോഫൈസിൻ ഏതാണ്? നോസ്റ്റോക്ക് ആണ്. നോസ്റ്റോക്ക് ഇറ്റ്സ് എ ബ്ലൂ ഗ്രീൻ ആൽഗെ, സൈനോഫൈസി അല്ലെങ്കിൽ മിക്സോഫൈസിയിൽ വരുന്ന ഒരു ആൽഗയാണ്. ആക്ച്വലി മെയിനായിട്ടും നമ്മൾ ഈ 6 ക്ലാസ്സസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ യു ജിയിലാണെങ്കിലും പി ജിയിലാണെങ്കിലും, ലൈക്ക് പി ജി കുറച്ചും കൂടെ ഉണ്ട്, ഡിഗ്രി ലെവലിൽ നമ്മൾ ഈ 6 ക്ലാസ്സസേ മെയിനായിട്ട് പഠിക്കുന്നുള്ളൂ. സോ അപ്പം ഈ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ പക്ഷെ 11 ക്യാരക്ടേഴ്സ് ഇട്ടിട്ടുണ്ട്. ബട്ട് നമ്മൾ അതെല്ലാം നോക്കുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ, ബാക്സിലാരിഫൈസി, സൈനോഫൈസി, ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ് നമുക്ക് നോക്കിയാൽ മതി. പക്ഷേ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ എസ്സേ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അപ് ടു ഓർഡർ വരെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഈ 6 അപ് ടു ഓർഡർ എങ്കിലും എഴുതണം. ഒന്നാമതാണ് ക്ലോറോഫൈസി. ക്ലോറോഫൈസിയിൽ 8 ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഗ്രീൻ ആൽഗയാണല്ലോ ക്ലോറോഫൈസി. വോൾവോക്കെയിൽസ്. വോൾവോക്കെയിൽസിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാമിഡോമോണസ് പഠിക്കാനുണ്ട്, വോൾവോക്സ് ടൈപ്പ് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലോറോകൊക്കെയിൽസ്, ക്ലോറല്ല, പഠിക്കാനില്ല, പേരും എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി. യൂളോട്രിക്കെയിൽസ്, യൂളോട്രിക്സ് ടിപ്പിക്കൽ എക്സാമ്പിൾ യൂളോട്രിക്സ്. അൾവ ആക്ച്വലി ഒരു മെറൈൻ ആൽഗയാണ്. നമ്മൾ MSc ഒക്കെ പോകുമ്പോൾ നമുക്കൊരു, ഞാൻ നിങ്ങൾക്ക് താലസ് ഓർഗനൈസേഷൻ പഠിച്ചപ്പോൾ പാരഗിമാറ്റസ് താലസിനകത്ത് വരുന്നതാണ് അൾവ. ഓർമ്മയുണ്ടോ? ക്ലാഡോഫോറയിൽസ്, ക്ലാഡോഫോറ, പിത്തോഫോറ. ആക്ച്വലി ഈ 2 ആൽഗെ ഞാൻ കഴിഞ്ഞ ദിവസം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടി. പ്രാക്ടിക്കൽസ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാഡോഫോറയാണ്. പക്ഷേ പിത്തോഫോറയും ചെറിയ വ്യത്യാസമുള്ളൂ, ഏകദേശം ഒരുപോലെ ഇരിക്കും പിത്തോഫോറയും ക്ലാഡോഫോറയും. കുറച്ച് സെൽസിൻ്റെ എലോങ്ങേഷൻസ് വ്യത്യാസമുണ്ട്. പിന്നെയാണ് കീറ്റോഫോറയിൽസ്, കോളിയോകീറ്റ്. ഓക്കെ, പിന്നെ അത് പഠിക്കാനില്ല. പിന്നെ ഉള്ളത് ഈഡോഗോണിയൽസ്, ഓർഡർ ഈഡോഗോണിയൽസ്. നമുക്ക് പഠിക്കാനുള്ളത് ഈഡോഗോണിയം. കോൺജുഗേൽസ്, കോൺജുഗേഷൻ സംഭവിക്കുന്ന സെക്സ്വൽ റിപ്രഡക്ഷൻ കോൺജുഗേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്പൈറോഗേറ. ഫസ്റ്റ് പഠിക്കുന്ന ആൽഗയാണ് ക്ലോറോഫൈസിയിൽ സ്പൈറോഗേറ. പിന്നെ സൈഫോണെയിൽസ്, ക്യാര പഠിക്കാനുണ്ട്, ക്യാരയാണ് പഠിക്കാനുള്ളത്. കൊളർപ്പ ഒരു മെറൈൻ ആൽഗയാണ്. നമ്മൾ ഈ കൊല്ലം ബീച്ചിലൊക്കെ പോകുമ്പോൾ കൊളർപ്പ ഒരുപാട് കിട്ടും. ക്യാര ഒരു മാക്രോസ്കോപ്പിക് ആൽഗയാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ക്യാര. ഡേ മാക്രോസ്കോപ്പിക് ആൽഗയാണ് ക്യാര. പിന്നെ രണ്ടാമത്തെ സാന്തോഫൈസിയാണ്, ക്ലാസ് സാന്തോഫൈസി. ഇതിനകത്ത് 4 ഓർഡേഴ്സേ ഉള്ളൂ. ഒരുപാട് ക്ലോറോഫൈസിലെ പോലെ ഒരുപാട് ഓർഡേഴ്സ് ഇല്ല. എല്ലാത്തിനും ഹെറ്റർ ഉണ്ട്. ഹെട്രോക്ലോറിഡെയിൽസ്, ഹെട്രോകോക്കിഡെയിൽസ്, ഹെട്രോട്രൈക്കെയിൽസ്, ഹെട്രോസൈഫോണെയിൽസ്. ഹെട്രോക്ലോറിഡെയിൽസിൽ വരുന്നത് ഹെട്രോക്ലോറോസിസ്, ടിപ്പിക്കൽ എക്സാമ്പിൾ ഹെട്രോക്ലോറോസിസ്, പഠിക്കാനില്ല. ഹെട്രോകോക്കിഡെയിൽസിൽ വരുന്നത് ക്ലോറോതീഷ്യം. ഓക്കെ, അതും പഠിക്കാനില്ല. ഹെട്രോട്രൈക്കെയിൽസിൽ വരുന്നത് ട്രൈബോണിമ, പഠിക്കാനില്ല. ഹെട്രോസൈഫോണെയിൽസ്, ബൊട്രീഡിയം. ആക്ച്വലി ബൊട്രീഡിയം ഒരു പാത്തോജനിക്, കുറച്ചൊരു പാത്തോജനിക് ആണെന്ന് ഇതാണ്. അത് വിട്ടേക്ക്. ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഈ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഇതൊക്കെ ഓർഡർ വരുമെന്ന് എഴുതണം കേട്ടോ, ഒരു എക്സാമ്പിൾസ് വെച്ച് എഴുതണം. അടുത്തതാണ് ക്ലാസ് ക്രൈസോഫൈസി. അപ്പോൾ 3 ഓർഡേഴ്സ് ഉണ്ട്. ക്രൈസോ, എല്ലാം ക്രൈസോ വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ. ക്രൈസോ മോണോഫൈൽസ്, എക്സാമ്പിൾ ക്രോമോലീന, പഠിക്കാനില്ല. ക്രൈസോ സ്പെറയിൽസ്, ക്രൈസോസ്ഫേറ, ടിപ്പിക്കൽ എക്സാമ്പിൾ.
അപ്പോൾ ഈ ടിപ്പിക്കൽ എക്സാമ്പിൾ വെച്ചാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് ടൈപ്പിലുണ്ട്, അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ തന്നെ വന്നേക്കുന്നത്. ക്രൈസോട്രൈക്കീൽസ്, നിമാറ്റോക്രൈസിസ് എക്സാമ്പിൾ. പഠിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ ബാസിലാരിഫൈസി. ബാസിലാരിഫൈസിയിൽ 2 ഓർഡറാണ്, സെൻട്രയിൽസും പിന്നെയിൽസും. സെൻട്രയിൽസിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല, ബട്ട് റൂട്ടിലേറിയ. പിന്നെയിൽസിൽ ഫ്രജിലേറിയ, നാവിക്കുല. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തത് ഈ പൊക്കാളി, ഈ പ്രോൺ ഫീൽഡ്സിൽ ആൽഗയായിരുന്നു. അപ്പം ഈ ഒരുപാട് നാവിക്കുല, ആക്ച്വലി ഈ പൊക്കാളി കൾട്ടിവേഷൻ കഴിഞ്ഞിട്ടാണ് പ്രോൺ കൾട്ടിവേഷൻ വരുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. പൊക്കാളിൻ്റെ ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെയാണ് ഈ ഫിഷിനെ നമ്മൾ പിടിച്ചിരുന്നത്. അപ്പം ഈ പൊക്കാളിയിലുള്ള പല ആൽഗീസും ഇതൊക്കെ ഈ പ്രോൺസ് കഴിക്കും. അപ്പം നവിക്കുല എന്ന് പറയുന്ന പ്രോൺസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയറ്റമാണ് നവിക്കുല. നമുക്ക് പഠിക്കാനൊന്നുമില്ല, ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് പറഞ്ഞതെന്നുള്ളൂ. പിന്നെ 5-മത്തെയാണ് ക്രിപ്റ്റോഫൈസി. രണ്ട് ക്രിപ്റ്റോ ആണ്, ക്രിപ്റ്റോ മോണോഡെയിൽസ്, ക്രിപ്റ്റോ കൊക്കെയിൽസ്. എക്സാമ്പിൾ ഹില്ലിയ. ക്രിപ്റ്റോ കൊക്കെയിൽസിൽ ടെട്രാഗോനീഡിയം. ടെട്രാഗോനീഡിയം. 5-മത്തെ ക്ലാസ്സിലാണ് ഡൈനോഫൈസി. 6 ഡെസ്മോമോണഡെയിൽസ്, തിക്കറ്റെയിൽസ്, ഡൈനോഫിസിയൽസ്, ഡൈനോകൊക്കെയിൽസ്, ഡൈനോട്രക്കീൽസ്, ഡൈനോഫ്ലജലേറ്റ. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല, ഒരു എക്സാമ്പിൾസ് വെച്ച് നോക്കി. ഡെസ്മോമോണഡെയിൽസ്, ഡെസ്മോക്യാപ്സ. തിക്കാറ്റെയിൽസ്, പ്രോരോസെൻട്രം. ഡൈനോഫൈസിയൽസ്, ഡൈനോഫൈസിസ്. ഡൈനോകൊക്കെയിൽസ്, ടെട്രാഡീനിയം. ഡൈനോട്രക്കെയിൽസിൽ ഡൈനോത്രിസ്. ഡൈനോഫ്ലജലേറ്റ, നോക്റ്റിലുക്ക. അടുത്ത 7-മത്തെ ക്ലാസ്. 11 ക്ലാസ് ഉണ്ടല്ലോ ഫ്രിച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 11-മത്തെയാണ് ക്ലോറോമോനേഡിനിയെ. ഇതൊരു സ്മോൾ ക്ലാസ് ആണ്. ചിലതൊക്കെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്, ചിലതൊക്കെ വളരെ സിമ്പിൾ യൂണിസെല്ലർ ആണ്, ഫ്ലജലേറ്റഡ് ആൽഗയാണ്. അതിനകത്ത് വാക്യുലേറിയ, ട്രെൻഡോണിയ 2 എക്സാമ്പിൾസ് ആണ്. കൂടുതൽ ഇതുപോലെ ഒരുപാട് ഓർഡേഴ്സ് ഒന്നും അങ്ങനെ പറയുന്നില്ല. പിന്നെ യൂഗ്ലീനോഫൈസി, ഇതും വളരെ കുറച്ച് ഫാമിലീസൊക്കെ ഉള്ള ഇത്. നമ്മൾ അപ് ടു ഓർഡർ വരെ നോക്കുന്നുള്ളൂ, ഫാമിലിയിലേക്ക് നോക്കുന്നില്ല. ലൈക്ക് യൂഗ്ലീന നിങ്ങൾക്ക് അറിയത്തില്ല, ചെരുപ്പിൻ്റെ പോലത്തെ ഉള്ളൊരു ആൽഗി. ആക്ച്വലി ആനിമൽ ക്യാരക്ടറും പ്ലാന്റ് ക്യാരക്ടറും ഉണ്ട്. യൂഗ്ലീനം ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു, അല്ലേ? പിന്നെ ഫെയോഫൈസി നമുക്ക് പഠിക്കാനുള്ള ബ്രൗൺ ആൽഗെ, സർഗാസം വരുന്ന ബ്രൗൺ ആൽഗെ. ഇതിനകത്തും 8 ഓർഡേഴ്സ് ഉണ്ട്. ഹെക്ടോകാർപ്പസ്, ടിലോപ്റ്റിരിഡെയിൽസ്, ടിലോപ്റ്റിരീസ്, ക്യൂട്ലേരിയ, സ്പോറോക്നെയിൽസ്, സ്പോറോക്നസ്, ഡെസ്മേരിസ്റ്റിയ, ലാമിനേരിയ, സ്പാസിലേരിയ, ഡിക്റ്റിയോടെയിൽസ്. ഇതിലാണ് സർഗാസം. നമുക്ക് പഠിക്കാനുള്ള സർഗാസം. ബ്രൗൺ ആൽഗെ, സീവീഡ്, കെൽപ്പ് ഫോറസ്റ്റ്. ബ്രൗൺ ആൽഗെ വരുന്നതാണ് ഡിക്റ്റിയോടെയിൽസ്. ബ്രൗൺ ആൽഗെ ഫെയോഫൈസിയിൽ വരുന്ന ഡിക്റ്റിയോടെയിൽസിലാണ് സർഗാസം വരുന്നത്. ബാക്കിയൊന്നും നമുക്ക് പഠിക്കാനില്ല. പിന്നെ 10-മത്തെ ക്ലാസ്സാണ് റോഡോഫൈസി. 7 ഓർഡേഴ്സ് ഉണ്ട്. ബാങ്കിയ, നിമാലിയോനെയിൽസ്, ലിമാനിയ, ഗലീഡിയം. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗലീഡിയം.
ക്രിപ്റ്റോനിമിയൽസ്, ഗ്ലിയോപെൽറ്റിസ്. ഗ്ലിയോപെൽറ്റിസും സിഗ്നിഫിക്കൻസ് ഉള്ള ആൾക്കാണ്. ജൈജാൻറ്റിയൽസ്, ഗ്രാസിലേറിയ. ഇതൊരു മെറൈൻ ആൽഗയാണ്, ഗ്രാസിലേറിയ. കൊല്ലം ഗ്രാസിലേറിയ നമുക്ക് കിട്ടും. റോഡിമിനിയൽസ്, റോഡിംനിയ. സിറാമിയൽസ്, സിറാമിയം. ഓക്കെ, ഇതൊന്നും പഠിക്കാനുള്ളതാണ്. റോഡോഫൈസിയിൽ നമുക്ക് എന്താണ് പോളിസൈഫോണി മാത്രമേ പഠിക്കാനുള്ളൂ. ഞാൻ പോളിസൈഫോണി വരുന്ന ഓർഡർ ഞാൻ പറയാമേ, നോക്കിയിട്ട് പറയാം. ഓക്കെ, സൈനോഫൈസിയിൽ അവസാനത്തെ അല്ലെങ്കിൽ മിക്സോഫൈസിയിൽ വരുന്ന 5 ഓർഡേഴ്സ് ആണ് ക്ലോറോകോക്കൈൽസ്, കെമിസൈഫോണൈൽസ്, പ്ലൂരോകാർപ്പൈൽസ്, നോസ്റ്റോക്കെയിൽസ്, സ്റ്റിഗോനിമാൽറ്റീസ്. ക്ലോറോകോക്കൈൽസ്, ക്ലോറോകോക്കസ്. ഓക്കെ, ക്യാമിയോസൈഫോണൈൽസ്, ഡെർമോകാർപ്പ. ഓക്കെ, പ്ലൂരോകാർപ്പൈൽസ്, പ്ലൂരോകാപ്സ. നോസ്റ്റോക്കെയിൽസ്, നോസ്റ്റോക്ക്, അനാബിന. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സൈനോഫൈസിൻ മെമ്പേഴ്സ്. നോസ്റ്റോക്ക്. അനാബിന നമുക്ക് പഠിക്കാനില്ല, ബട്ട് അനാബിന നമ്മൾ ഈ നോസ്റ്റോക്കിൻ്റെ കൂടെ കിട്ടാറുണ്ട്. കുറച്ച് സെൽസ് വലിയ സെൽസ് ആണെന്നേ ഉള്ളൂ അനാബിനും നോസ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റിഗോനിമലൈസ്, സ്റ്റിഗോണിമ. അപ്പോൾ ഇതാണ് ആക്ച്വലി നിങ്ങൾക്ക് പീരീഡ് ഏകദേശം തീരാറായി. ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ഇത്രയാണ്. ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ എസ് എ ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അപ് ടു ഓർഡർ വരെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ നോക്കുക. ഓക്കെ, എന്തെങ്കിലും കോഡുകൾ ഉണ്ടാക്കി, ഇപ്പം ലൈക്ക് ഫസ്റ്റ് VC വൈസ് ചാൻസലർ, UCC OCS, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കുക വിത്ത് 1 എക്സാമ്പിൾ. ഓക്കെ, കുറേയൊക്കെ ആക്ച്വലി ഇപ്പോൾ ഈ സാന്തോഫൈസിയിൽ വളരെ സിമ്പിളാണ്, ക്രൈസോഫൈസ് അങ്ങനെയൊക്കെ സിമ്പിളാണ്. അപ്പോൾ 11 എണ്ണത്തിൻ്റെയും ഓർഡേഴ്സുകൾ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ പഠിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടിപ്പിക്കലായിട്ടുള്ള എത്ര ക്ലാസ് ഉണ്ട്? 6 ക്ലാസ് ഉണ്ട് അല്ലേ? ക്ലോറോഫൈസിയെ, സാന്തോഫൈസിയെ, ഫെയോഫൈസിയെ, റോഡോഫൈസിയെ, ബാസിലാരിഫൈസിയെ, സൈനോഫൈസിയെ അല്ലെങ്കിൽ മിക്സോഫൈസിയുടെ മേജർ ക്യാരക്ടേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം അത്രയും നന്നായിട്ട് അത്രയും പഠിച്ചിരിക്കുക. അടുത്ത ദിവസം നമ്മൾ ലൈഫ് സൈക്കിൾ നോക്കും. പിന്നെ ലീ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അരുണിമ നന്നായിട്ട് എത്രയും പെട്ടെന്ന് എടുത്തു തരുന്നതായിരിക്കും. അരുണിമല്ല, ആദിത്യയുടെ സെമിനാർ ടോപ്പിക്കാണ് ലീ ക്ലാസിഫിക്കേഷൻ അല്ല ആദിത്യ? അപ്പം ഈ ഫ്രിച്ച് ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് നോക്കുക. ജസ്റ്റ് അപ് ടു ഡിവിഷൻ വരെ നിങ്ങൾക്ക് സിലബസിലുള്ളൂ. 2009 ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അത് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് നോക്കുക. അപ്പം അടുത്ത സോളജി അല്ലേ നിങ്ങൾക്ക്? ആൻസി അടുത്ത സോളജി അല്ലേ? അടുത്ത പീരീഡ് ഏതാ? ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി ജനറൽ ക്യാരക്ടേഴ്സ് ഈ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ എപ്പോഴും വേണമെങ്കിലും ഒരു ഇന്റേണൽസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചെന്നൊക്കെ ഓർമ്മയുണ്ടോ? ജനറൽ ക്യാരക്ടേഴ്സ്, താലസ് ഓർഗനൈസേഷൻ, പിഗ്മെന്റേഷൻ, അസെക്സുവൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇനി ലൈഫ് സൈക്കിളും പഠിക്കാനുണ്ട്. ഇനി ലൈഫ് സൈക്കിളും പിന്നെ ലീ ക്ലാസിഫിക്കേഷൻ മാത്രമേ ഫസ്റ്റ് മൊഡ്യൂളുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഒരു ഇന്റേണൽസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇത് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പഠിച്ച് പൊക്കോളുക. പിന്നെ സെമിനാറിൻ്റെ കാര്യം, സെമിനാർ നമ്മൾ
ഈ സിലബസിൻ്റെ ഓർഡറിലായിട്ടായിരിക്കും സെമിനാർ എടുക്കുക. ലൈക്ക് നമ്മൾ ഫസ്റ്റ് എനിക്ക് വന്ന ആൽഗൽ കൾച്ചർ ഐസൊലേഷൻ ആ ഒരു ടോപ്പിക്കാണ്. അപ്പം ആ ആൽഗൽ കൾച്ചർ മൊത്തം കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഐസൊലേഷൻ, കൾട്ടിവേഷൻ, പ്രിസർവേഷൻ വരെ മൈക്രോ ആൻഡ് മാക്രോ ആൽഗ അത്രയും ഒരു സെക്ടർ എടുക്കും. ഓക്കെ, അപ്പോൾ ബാക്കി അഭിരാം ഹരീഷിനാന്ന് തോന്നുന്നു ഫുഡ് ഫസ്റ്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ക്ലാസ്സിലില്ല, പുള്ളി അദ്ദേഹം ക്ലാസ്സിലില്ല. സോ അഭിരാം ഹരീഷ് എനിക്കറിയത്തില്ല, നോക്കിയെന്ന് പോലും എനിക്കറിയത്തില്ല, അന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ തേർഡ് ഇയേഴ്സിന് ഒരു കുട്ടിക്ക്, ഞാൻ പേര് പറയുന്നില്ല, ഒരു കുട്ടിക്ക് മലയാളത്തിൽ 0 മാർക്കായിരുന്നു ഇൻറ്റേർണൽസ് കിട്ടിയിരുന്നത്. എന്നിട്ട് പിന്നെ സാറ് 0 മാർക്ക് ഇട്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ രണ്ടാമത് വിളിച്ച് അസൈൻമെൻറ്റ്സ് എഴുതി ജസ്റ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേർണൽസിന് ഫുൾ മാർക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, കുറേയൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റേർണൽസ് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അസൈൻമെൻറ്റ്സും സെമിനാർസും നമ്മൾ സാറ്റർഡേയ്സുകൾ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ 15th ഞാൻ ഡേറ്റ് പറഞ്ഞത്, എപ്പോൾ വേണമെങ്കിലും ക്ലാസ് ഇരിക്കുമ്പോൾ ഞാൻ സെമിനാർസ് ഓരോരുത്തരെ വിളിച്ച് എടുപ്പിക്കും. അപ്പം മാർക്ക് അന്ന് ആബ്സെൻ്റ് ആണെങ്കിൽ അന്ന് കിട്ടത്തില്ല, അല്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം. അപ്പം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഫ്രിച്ച് ക്ലാസിഫിക്കേഷനൊക്കെ എല്ലാവരും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റോജിൻ ചാക്കോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റോജിൻ കുറേ ദിവസം ഇല്ലായിരുന്നല്ലേ ക്ലാസ്സിൽ? വീട്ടിൽ പോയതായിരുന്നു. ബീ കീപ്പിങ്ങിനൊന്നും വന്നില്ലല്ലോ? ഇല്ല, എനിക്ക് അർജന്റായിട്ട് വീട്ടിൽ പോണായിരുന്നു, ഒരു വീട്ടിൽ ആവശ്യം ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ എല്ലാ കാര്യങ്ങളും അത് നടക്കണം, സീരിയസ് ആയിട്ട് നടക്കണം. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം. അടുത്ത സുവോളജി പീരീഡ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ആണ്. ഓക്കെ, താങ്ക് യു.